ഹലോ ഗായ്സ്, നമുക്കൊരു വെറൈറ്റി പായസം ഉണ്ടാക്കിയാലോ, ചക്കക്കുരു പായസം. അപ്പോൾ അതിനായിട്ട് ഒരു 40-45 ചക്കക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട്. ഫുൾ സ്കിൻ കളഞ്ഞിട്ടില്ല, അതേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ ബ്രൗൺ സ്കിൻ കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ആദ്യം ശർക്കര പാനിയാക്കാം. ഒരു കട്ട ശർക്കര ആട്ടോ എടുത്തേക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് അത് പാനിയാക്കാം. ആൻഡ് മീൻ വൈൽ ചക്കക്കുരു വേവിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ചക്കക്കുരു മുങ്ങി നിൽക്കുന്ന പാകത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് 3 വിസിൽ വരുന്ന വരെ കുക്ക് ചെയ്യുക. ഫസ്റ്റ് വിസിൽ വന്നു കഴിഞ്ഞിട്ട് ഫ്ലെയിം ഒന്ന് ലോ ഡൗൺ ചെയ്തിട്ട് ഒരു 2 വിസിൽസും കൂടി വരണം. അതൊന്ന് റെഡി ആകുമ്പോഴത്തേനും നമുക്ക് തേങ്ങാപ്പാൽ അടിച്ച് വയ്ക്കാം. 2 തേങ്ങ കേട്ടോ ചിരകി എടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം ഈ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നാം പാൽ അടിച്ച് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഏലക്ക പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തേങ്ങാപ്പാൽ അടിക്കുന്ന ടൈമിൽ ആവശ്യത്തിന് ഏലക്ക അതിലിട്ട് കൊടുത്തിട്ട് അരച്ചെടുക്കാം കേട്ടോ. നിങ്ങൾക്കിപ്പം നല്ല ഫൈൻ പൊടിയായിട്ട് പൊടിച്ച് വെച്ചേക്കുന്ന ഏലക്ക ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലെല്ലാം ഇവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിനി പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാൻ വയ്ക്കുക, ആവശ്യത്തിന് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് കാഷ്നട്ടും കിസ്മിസും കൂടി ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വയ്ക്കുക. അതിലേക്ക് നമ്മൾ കുക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചക്കക്കുരു ഇട്ട് കൊടുത്ത് നല്ലോണം സ്മാഷ് ചെയ്യുക. എന്നിട്ട് ഒരു 5 to 7 മിനിറ്റ്സ് ഒന്ന് ഈ നെയ്യിലൊന്ന് വരട്ടുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായി വരുന്ന ടൈമിൽ നമ്മൾ പാനിയാക്കി വെച്ചേക്കുന്ന ശർക്കര ഒഴിച്ചു കൊടുക്കുക. ശർക്കര പാനി നിങ്ങളുടെ മധുരാനുസരണം ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. എന്നിട്ട് ഇത് നല്ല കുറുകി വരുന്ന വരെ ഇളക്കുക കേട്ടോ. ഇത് കുറുകി വരുന്ന ആ ഒരു പോയിന്റിലാണ് നമ്മുടെ ടേസ്റ്റ് ഇരിക്കുന്നത്. കുറുകാണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസിയിൽ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. സോ ഇതൊന്ന് ചെറുതായിട്ട് തിക്ക് കൺസിസ്റ്റൻസിയിലാവണം. അപ്പോൾ നമ്മുടെ പാനിയും ചക്കക്കുരു എല്ലാം കൂടി ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാവുന്ന ടൈമിൽ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കുക. അതൊന്ന് തിളച്ച് അത്യാവശ്യം കുറുകി വരുന്ന ടൈമിൽ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ചക്കക്കുരു പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഓൾസോ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്ന തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഈ ചക്ക സീസൺ വരുമ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നമ്മുടെ അടപ്രഥമൻ പോലെ തന്നെ ആണ് ഇത്. വലിയൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. ആക്ച്വലി എനിക്ക് അടപ്രഥമനേക്കാളും ഇഷ്ടപ്പെട്ടതാണ് ഈ ചക്കക്കുരു പായസം. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിവ്യൂ അറിയിക്കുക കേട്ടോ. ബിക്കോസ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ്. കാരണം ഇത് അങ്ങനെ എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇഷ്ടമാവും. ഇൻ കേസ് ആരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഡു കമൻറ്റ് ബിലോ. നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് ഇഷ്ടമായോ എന്നുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ വേറെ എന്തെങ്കിലും മെത്തേഡ്സോ റെസിപ്പീസ് ഉണ്ടെങ്കിലും ജസ്റ്റ് ഡു കമൻറ്റ് ബിലോ. ഞാനതും ട്രൈ ചെയ്തിട്ട് വീഡിയോ ആക്കാൻ നോക്കാം. സോ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. ആൻഡ് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ വിത്ത് യുവർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് സോ ദാറ്റ് ഇനിയും അപ്ലോഡ് ചെയ്യുന്ന ഈസി ടേസ്റ്റി അടിപൊളി റെസിപ്പീസൊക്കെ നിങ്ങൾക്കൊരു ട്രാക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ഓൾസോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് മീ നോ. സോ എനിക്ക് ആ ചേഞ്ചസൊക്കെ ഈ ചാനലിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ താങ്ക് യു, ബൈ.